യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ ഡിജിറ്റലായി ഒപ്പുവെച്ച് യുഎസും ഇറാനും. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖേർ ഗലീബാഫ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് കരാറിൽ നേരിട്ട് ഒപ്പുവെക്കും. Ensures that Iran will never have a nuclear weapon. And we have to back up for a second and appreciate that what the president has done is completely decimated Iran's nuclear program. യുഎസ് ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷം അവസാനിക്കുന്നതായും കരാറിലെത്തുന്നുവെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ 13 എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. ധാരണാപത്രം അന്തിമമായി എന്നും 24 മണിക്കൂറിനുള്ളിൽ അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. ആദ്യം ഇലക്ട്രോണിക് സൈനിങ് ആയിരിക്കും നടക്കുകയെന്നും പാക് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. തുടർന്ന് അമേരിക്കൻ സമയം ജൂൺ 14 ഞായറാഴ്ച വൈകിട്ടോടെ കരാർ അംഗീകരിച്ചതായി യുഎസ് സ്ഥിരീകരിച്ചു. പിന്നാലെ ഇറാനും പ്രസ്താവന പുറത്തിറക്കി. ഇതിനുശേഷം ഇന്ത്യൻ സമയം ജൂൺ 15 രാത്രിയോടെ കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചുവെന്ന വാർത്ത പുറത്തുവന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖേർ ഗലീബാഫ് എന്നിവരാണ് കരാറിൽ വിദൂരമായി ഒപ്പിട്ടത്. ജൂൺ 19 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് അമേരിക്കയും ധാരണാപത്രത്തിൽ നേരിട്ട് ഒപ്പുവെക്കും. കരാറിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കാൻ ഇരു രാജ്യങ്ങളുടെയും മധ്യസ്ഥർ പങ്കെടുക്കുന്ന നിർണായക യോഗങ്ങൾ ഈ ആഴ്ച തന്നെ നടക്കും. സമാധാന ചർച്ചകൾ വിജയകരമാക്കിയ ഖത്തറിനും കരാർ യാഥാർത്ഥ്യമാക്കാൻ നിർണായക സംഭാവന നൽകിയ സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾക്കും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നന്ദി അറിയിച്ചു. ഇറാനുമായുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് യാതൊരുവിധ നികുതികളും ഈടാക്കാതെ പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്തു. കപ്പലുകൾ, എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യൂ, എണ്ണ ഒഴുകട്ടെ എന്നായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. ഹോർമൂസ് തുറക്കാനുള്ള നടപടികൾ ഇരുപക്ഷവും ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധവും നീക്കിയിട്ടുണ്ട്. കരാർ പ്രാബല്യത്തിലെന്ന പ്രഖ്യാപനം ആഗോള എണ്ണവില കുത്തനെ കുറയാനും ഓഹരി വിപണികളിലെ കുതിപ്പിനും കാരണമായിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ലെന്നും ഇത് അമേരിക്കയുടെ വിജയമെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. കരാർ യാഥാർത്ഥ്യത്തിലെത്തുമ്പോഴും ഇറാനിലെയും ലബനനിലെയും യുഎസ് സൈനിക നീക്കങ്ങൾ ഇനിയും തുടരുമെന്ന ചില സൂചനകൾ അമേരിക്ക നൽകുന്നുണ്ട്. 60 ദിവസത്തിനകം അന്തിമ കരാർ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. What this deal means is that the Straits of Hormuz are open immediately. You're already seeing oil and gas prices come down just over the past 24 hours. സമാധാന കരാറിന്റെ നടപടികൾ പൂർത്തിയായതായി ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതമായി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.